എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു അവസരം. ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ എല്ലാ വിദ്യാർത്ഥികളും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു കൺഫർമേഷൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അപേക്ഷയുടെ 2 സ്റ്റെപ്പല്ല 3 സ്റ്റെപ്പുകളാണുള്ളത്. അതായത് ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻറ്റ് എന്നുള്ള, അതായത് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് മാത്രം ചെയ്ത് അതിന് ശേഷമുള്ള ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഈ ഒരു അപ്ലോഡ് അതായത് ഡോക്യുമെൻറ്റ്, അതുപോലെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യും, എന്നാൽ ഈ ഒരു കൺഫർമേഷൻ, അതായത് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരം നൽകിയുള്ളത്. അതായത് ആദ്യ സ്റ്റെപ്പും ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫീ പേയ്മെൻറ്റ് ചെയ്തു, എന്നാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകളും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ക്ലെയിം സൂചിപ്പിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു രേഖകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയുടെ അന്തിമ സ്ഥിരീകരണം നടത്താത്തവർക്ക് 6-ാം തീയതി മുതൽ 7-ാം തീയതി വരെ അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാലയളവിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോം പൂരിപ്പിക്കുകയും അവരുടെ ക്ലെയിം സൂചിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള രേഖകൾ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് നൽകുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരു കാലയളവിന് ശേഷം അവരുടെ അപേക്ഷയിൽ യാതൊരു വിധത്തിലും ഭേദഗതി വരുത്തുവാനായിട്ട് ഇനി അവസരം നൽകുന്നത് ആയിരിക്കില്ല. അതായത് നിങ്ങൾക്ക് വല്ല റിസർവേഷനോ മറ്റ് ഡോക്യുമെൻറ്റ്സോ ആ ഒരു ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. PDF ആക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആ ഒരു PDF ആക്കുന്നത്, അല്ലെങ്കിൽ നോൺ ക്രിമിനൽ ആണ് PDF ആക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് അതിന് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പേര് നൽകേണ്ടതാണ്. കാരണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാറിപ്പോവരുത്. മാറിപ്പോയാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഇനി കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിന് കറക്റ്റായിട്ട് പേര് കൊടുക്കുകയും അതിനുശേഷം ആ ഒരു PDF ഓപ്പൺ ചെയ്ത് നിങ്ങൾ നൽകിയുള്ള അതേ സെയിം പേരുള്ള ഡോക്യുമെൻ്റ് തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് നിങ്ങൾ കൊണ്ടുപോയിട്ട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നാണ് പേര് കൊടുത്തത് എന്ന് കരുതുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു PDF സ്കാൻ ചെയ്തിട്ട് ആക്കുന്നുണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു ആക്കുന്ന സമയത്ത് അത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് ഉപയോഗിക്കാൻ പറ്റുക. അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച സ്ഥലം കേരളത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ്, ഒരു ഉദാഹരണത്തിന് നാറ്റിവിറ്റി ആണെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പേര് കൊടുക്കുകയും അതിനുശേഷം .pdf എന്ന് സേവ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു PDF ഓപ്പൺ ചെയ്ത് അത് നിങ്ങൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പേര് കൊടുത്ത ആ ഒരു ഡോക്യുമെൻറ്റ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തന്നെയല്ലേ, അതുപോലെ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ ക്ലിയർ അല്ലേ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ് മാറിപ്പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ അപേക്ഷയുടെ ഫോം പൂരിപ്പിക്കാനും അതുപോലെ അപേക്ഷയുടെ ക്ലെയിം സൂചിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ഈ ഒരു കാലയളവിന് ശേഷം പിന്നീട് നിങ്ങളുടെ അപേക്ഷയിൽ ഭേദഗതി വരുത്തുവാനായിട്ട് ഇനിയൊരു അവസരം നൽകുന്നതായിരിക്കില്ല. അപേക്ഷകർ SC ST സംവരണം ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ സാധ്യതയുള്ള ഒരു സമുദായമോ അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ബാലൻസ് ഫീസ് അടച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ അവരെ പൊതുവിഭാഗത്തിലേക്ക് പരിഗണിക്കാം. അതിനായിട്ട് ജനറൽ വിഭാഗത്തിന് ആവശ്യമായിട്ടുള്ള അപേക്ഷാ ഫീസ് ബാക്കി നൽകണം. ഈ ഒരു ഫീസ് അടക്കുന്നതിന് 8-ാം തീയതി നിങ്ങൾക്ക് അതായത് അവരുടെ ഹോം പേജിൽ ഒരു ലിങ്ക് നൽകും. SC ST സംവരണം കൂടാതെ അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉപയോഗിക്കാം, അല്ലാത്ത പക്ഷം അവരുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ SC ST ആണ് എന്ന് അപേക്ഷയിൽ നിങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു കൺഫർമേഷൻ ഭാഗം, അതായത് ഫീ പേയ്മെൻറ്റ് വരെയുള്ള സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ
ആ ഒരു മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് ആ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളിൽ SC ST വിഭാഗത്തിൻ്റെ സംവരണം ക്ലെയിം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ SSC വിദ്യാർത്ഥികൾക്കുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അത് തഹസിൽദാറിൽ നിന്ന് ലഭിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാറിൽ നിന്ന് ലഭിക്കുന്നതാണ് വേണ്ടത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള ഡോക്യുമെൻ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ജനറൽ കാറ്റഗറിയിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് SC ST വിദ്യാർത്ഥികൾക്ക് 400 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഈ ഒരു 400 രൂപ, അത് ജനറൽ കാറ്റഗറിക്ക് 800 ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു 400 രൂപ കൂടി നിങ്ങൾ അടക്കുകയാണെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറിയിലേക്ക് പരിഗണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റോ അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് ഫീസ് അടച്ചുകൊണ്ട് ഈ ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിലേക്ക് നിങ്ങളെ പരിഗണിക്കാനായിട്ട് ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടക്കാം. അതിനായിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് 8-ാം തീയതി അതായത് ജൂലൈ 8-ന് നിങ്ങളുടെ ഹോം പേജിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. SC ST സംവരണം കൂടാതെ അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ പക്ഷം നിങ്ങൾ ഈ ഒരു SC ST റിസർവേഷൻ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷകൾ അതായത് SC ST അലോട്ട്മെൻറ്റ് റിസർവേഷന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അപേക്ഷ നിരസിക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.